പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, അങ്ങ് ദാനമായി ഒരു ദിനം കൂടി നൽകിയല്ലോ. ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് ഭാഗ്യം നൽകിയല്ലോ. എല്ലാ നന്മകൾ കൊണ്ടും അങ്ങ് ഞങ്ങളെ നിറച്ചുവല്ലോ. ഈ ലോകത്തിൽ എത്രയോ സന്തോഷം നിറഞ്ഞ ദിനങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. ചിലപ്പോഴൊക്കെ ഒത്തിരി വേദനിച്ച സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, സഹന നിമിഷങ്ങളിൽ പലപ്പോഴും അങ്ങയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട്, അങ്ങയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിനം പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നും രോഗബാധകളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ പരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും കർത്താവേ, നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങളിതാ ബന്ധിച്ചയക്കുന്നു. അവിടുത്തെ മാലാഖമാരുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെ, അവരായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിലെ സമൃദ്ധി ഉണ്ടാകുവാൻ, ഐശ്വര്യമുണ്ടാകുവാൻ, സമാധാനം നിറയുവാൻ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷാമം, ദുരിതം എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ചൊരിയണമേ. പ്രാർത്ഥനയിൽ അനുദിനം വളരുവാൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നന്ദിയോടെ നമുക്ക് ദൈവത്തിരുമുൻപിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ. എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു. എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ. എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം ഈശോയോട് ചോദിക്കാം. ഏറ്റവും ആവശ്യമായ നിയോഗം എന്താണോ അതേ സമയം വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തേ. അത്ഭുതകാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഈശോയുടെ തിരുത്തോളിലെ തിരുമുറിവിനോടുള്ള ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ നിയോഗത്തെ നമുക്ക് സ്നേഹത്തോടെ സമർപ്പിക്കാം. നമുക്ക് വിശ്വസിക്കാം, ഈശോ ഇത് ഏറ്റെടുത്ത് എനിക്ക് സാധിച്ചു തരും. കർത്താവായ യേശുവേ, കുരിശു വഹിച്ചുകൊണ്ടുള്ള അങ്ങേ യാത്രയിൽ അങ്ങ് ഏറ്റവും വേദന അനുഭവിച്ചത് തിരുത്തോളിലെ മുറിവിൽ നിന്നായിരുന്നല്ലോ. ആ മുറിവിൻ്റെ ശ്രേഷ്ഠതയാലും യോഗ്യതയാലും നീ ചോദിക്കുന്നതെന്തും സഫലമായി തീരുമെന്ന് വിശുദ്ധ ബെർണാർഡിനോട് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. വാഗ്ദാനങ്ങളിൽ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
ആരാലും അറിയപ്പെടാത്ത ആ തിരുത്തോളിലെ മുറിവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ലഘുപാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടുകയും മാരക പാപങ്ങൾ മറന്നുകളയുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്കനുസരിച്ച് ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ കാര്യം, ഈ സമയം, നമ്മുടെ നിയോഗം നമുക്ക് മൗനമായി സമർപ്പിക്കാം. അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാധിച്ചു തരണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങ് ഇന്ന് വരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം ഞാൻ നന്ദിയും സ്തുതിയും പറയുന്നു. ആമേൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മെയും നമുക്കുള്ളവയെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഭരമേൽപ്പിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിങ്കൽ വയ്ക്കുന്നു. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനം. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് ഈ പ്രഭാതത്തിൽ കാവൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ.